നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ എൻ്റെ കുടുംബത്തിനെ അറിയിക്കുകയാണ്. എല്ലാവരും വളരെ ഭംഗിയായി സന്തോഷത്തോട് കൂടിയിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയണ്ടായി 3 കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ടായി. ഇത്രയും പറഞ്ഞത് കൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉപേക്ഷിക്കണം എന്നൊരർത്ഥം ഇല്ല കേട്ടോ. ഇതെല്ലാം നമുക്ക് ആനന്ദിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്. ഒരിക്കലും ഒന്നിലും ഭ്രമിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഭംഗിയുള്ള ലോകത്ത്, വർണ്ണശബളമായ ഈ ലോകത്ത് നമുക്ക് പല സന്ദേശങ്ങളും തരുന്നുണ്ട്. നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മഹത്വം പ്രതിഫലിക്കുന്ന ഈ പ്രകൃതിയിൽ ഒരു വസ്തു പോലും നിശ്ചലമല്ല. ഉറച്ചു നിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ഭൂമിയും മലകളും പോലും അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു പ്രപഞ്ചശക്തിയുടെ ആജ്ഞ അനുസരിച്ചാണെന്ന് മാത്രം. ഇക്കാണുന്ന സകല ചരാചരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും കേട്ടുകേൾവിയോ ആളുകൾ അതിശയോക്തി പറയുകയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. പലരും പരീക്ഷിച്ചു തെളിയിക്കപ്പെട്ടവ മാത്രമാണ് ഇവിടെ തത്വങ്ങളായിട്ട് രൂപം കൊള്ളുന്നത്. അവയെ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ തള്ളിക്കളയാം. അത് ഏത് വിധത്തിലായാലും അവയുടെ സാധ്യതയ്ക്ക് ഒരു കോട്ടവും തട്ടുന്നില്ല. സത്യമല്ലാത്തവയെ സത്യമായി തെറ്റിദ്ധരിക്കാനുള്ള ആളുകളുടെ വാസനയാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. സത്യം എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും തിരിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ അഭാവത്തിൽ സംഭവിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ലൗകികമായ വിജയപീഠം അലങ്കരിച്ചിട്ടുള്ള പലരും സമർത്ഥമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവയാണ് ഈ തത്വങ്ങൾ എന്ന് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം അവയെ പരീക്ഷിച്ചറിയുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നായിരിക്കും അത്. നമ്മുടെയൊക്കെ മനസ്സിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞു വെച്ച പല കാര്യങ്ങളും ഇതിൽ പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. സമ്പന്നനാകുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിന് എങ്ങനെ, മറ്റുള്ളവരെ ആകർഷിക്കുന്നത് എങ്ങനെ, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള മന്ത്രങ്ങളെപ്പറ്റി തന്ത്രങ്ങളെപ്പറ്റി ഒക്കെ ഒത്തിരി പ്രാധാന്യമേറുന്ന വിധം, ശ്രദ്ധയൂന്നും വിധം നമ്മുടെ ചുറ്റിലും സോഷ്യൽ മീഡിയ തന്നെ നിർദ്ദേശിക്കുന്ന പല അവസരങ്ങളും മുന്നിലുണ്ട് അല്ലേ. നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ അറിയാത്തതുള്ളൂ. പക്ഷെ മനസ്സ് ആശ്ചര്യകരമായ ഒരു പ്രതിഭാസമാണെന്ന കാര്യത്തിൽ തർക്കമില്ല, ആർക്കും തർക്കമില്ല. എന്നാൽ അതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിയാതെ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്കും അറിയാനാകുന്നില്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞ മറ്റ് പല മേഖലകളും വെട്ടിലാകുന്നത് അല്ലെങ്കിൽ പെട്ടുപോകുന്നത്. നീന്തൽ പഠിക്കാതെ നീന്താനാണ് അവ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത്. നിങ്ങളെ സമീപിക്കുന്നതും നിർദ്ദേശിക്കുന്നതും അങ്ങനെയാണ്. എന്നാൽ അതിൽ നിന്നും ഭിന്നമായി സ്വന്തം മനസ്സിനെക്കുറിച്ച് അറിയാനും അതിനെ വരുതിയിൽ നിർത്തുവാനുള്ള അറിവ്, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെറിയ നിർദ്ദേശങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ ഏറ്റവും മഹത്തായ അനുഭവങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്കായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് പറയാനും അനുഭവിക്കാനും ഉണ്ടാവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് പ്രായോഗികമാക്കുകയൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. എല്ലാ രീതിയിലും നിങ്ങൾക്ക് താങ്ങാകുവാൻ ഇതിനെ അനുവദിക്കുക. കൂടുതൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതത്തിലേക്ക് അത് നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം.
അതിനേക്കാളുപരി ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശവും അതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം. താങ്ക് യു.